മാന്യരെ, സദസ്സിലെ പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഞാനൊരു SUCക്കാരനല്ല, ഒരു രാഷ്ട്രീയ പാർട്ടിയിലും അംഗവുമല്ല. SUCI തിരശ്ശീലയ്ക്ക് പിന്നിൽ നിന്ന് കേരളമെമ്പാടും രൂപീകരിച്ച ജനകീയ പ്രതിരോധ സമിതി എന്ന പ്രസ്ഥാനത്തിൽ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുവാൻ അവസരം കിട്ടിയവർ. ആ സമിതിയുടെ കോട്ടയം ജില്ലാ ഘടകം രൂപീകരിക്കുമ്പോൾ പ്രസിഡന്റ് സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന KE മാമൻ സാറാണ്. 2 വൈസ് പ്രസിഡന്റുമാരിൽ ഒരാൾ ഫാദർ KV പൗലോസും, മറ്റൊരാൾ നിസാരനായി ഞാനുമാണ്. അക്കാലത്ത് ജനകീയ പ്രതിരോധ സമിതി ഏറ്റെടുത്ത് നടത്തിയ നിരവധി പരിപാടികളിൽ പങ്കെടുക്കുവാനുള്ളൊരവസരം നിങ്ങളെനിക്ക് തന്നു. പിന്നീട് ഔദ്യോഗികമായും മറ്റും ഞാൻ മറ്റു ചില ജില്ലകളിലേക്ക് പോവുകയും ഈ പ്രസ്ഥാനവുമായുള്ള ബന്ധം ഒരു പൊക്കിൾക്കൊടി ബന്ധം പോലെയായി മാറുകയുമാണുണ്ടായത്. ഇവിടെ നമ്മൾ ഒത്തുകൂടിയിരിക്കുന്നത് സഖാവ് വേണുഗോപാലിനെ അനുസ്മരിക്കുവാൻ. ഞാൻ മുന്നോട്ട് നോക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്നവരിൽ മഹാഭൂരിപക്ഷം ഈ ജില്ലയിലും ഒരു വേള ജില്ലയ്ക്ക് പുറത്തും നിന്നും വന്ന സംഘടനയുടെ പ്രവർത്തകർ. വേദിയിൽ ഞാനും ബാബു കുഴിമറ്റവും രാജഗോപാൽ വാകത്താനവും മോഹൻദാസുമൊക്കെ ഒഴികെ മറ്റുള്ളവരെല്ലാം SUCIയുടെ പ്രവർത്തകരാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കും. സഖാവ് എന്ന വാക്ക് ഈയിടെ എന്നിൽ കൗതുകം നടത്തിയൊരു വാക്കാണ്. സുഖലോലുപതയിൽ അഭിരമിക്കുന്ന ഒരു സിനിമാ താരം ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായി രംഗപ്രവേശം ചെയ്തപ്പോൾ ഞാൻ ആ ജില്ലയിലൂടെ സഞ്ചരിക്കും. അദ്ദേഹത്തിൻ്റെ പേരിന് മുന്നിലും ചാർത്തി കൊടുത്തിരിക്കുന്നു സഖാവ്. എന്നൊരു വിരോധാഭാസമാണെന്ന് ഓർക്കുക. 1964 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിളർപ്പിന് മുമ്പ്, അതുമല്ലെങ്കിൽ 1957 കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ആ വാക്കിനുണ്ടായിരുന്ന അർത്ഥം, ആ അർത്ഥത്തിന് ഇന്ന് തേയ്മാനം സംഭവിച്ചു. അതല്ലേ സംഭവിച്ചിരിക്കും. എങ്കിലും നമുക്ക് ഉറപ്പിച്ചും തറപ്പിച്ചും ഡോക്ടർ വേണുഗോപാലിൻ്റെ പേരിനോടൊപ്പം സഖാവ് എന്ന വാക്ക് പറയുവാൻ കഴിയും. അത്തരത്തിലൊരു സഖാവായിരുന്നു അത്. 50 കൊല്ലം മുമ്പ് കഥയുടെ കുലപതിയായ T പത്മനാഭൻ ഒരു കഥ എഴുതി, പ്രകാശം പരത്തുന്ന പെൺകുട്ടി. അന്നത് ഒരു അപൂർവമായ പ്രയോഗമായി. അതുകൊണ്ട് തന്നെ ആ പ്രയോഗം വളരെയേറെ മലയാളത്തിൽ ശ്രദ്ധിക്കും. സൂര്യചന്ദ്രന്മാർക്കും നക്ഷത്രങ്ങൾക്കും മാത്രമല്ല മനുഷ്യർക്കും പ്രകാശം പരത്തുവാൻ കഴിയും എന്ന ഒരു സൂചന ആ വാക്കുകളുണ്ട്. അപ്രകാരം നമുക്കിടയിൽ ജീവിക്കുമ്പോൾ പ്രകാശം പരത്തിയിരുന്ന ഒരാളായിരുന്നു വേണുഗോപാൽ എന്ന് അടിവരയിട്ട് പറയുവാൻ ഞാൻ. ഇവിടെ എനിക്ക് മുൻപ് സംസാരിച്ച സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ ചിരിയെക്കുറിച്ച് സൂചിപ്പിച്ചു. നമ്മൾ പലതരത്തിലുള്ള ചിരി കേൾക്കാറുണ്ട്. അലറിച്ചിരി,
കൊലച്ചിരി, ആക്കിച്ചിരി, അങ്ങനെ പലതരത്തിലുള്ള ചിരികൾ. പക്ഷേ വേണുഗോപാലിൻ്റെ ചിരി അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ നിന്ന് വന്ന ആത്മാർത്ഥതയുടെ മുദ്രയുള്ള ചിരിയാണ്. അതിൽ കൃത്രിമത്വമില്ല. അതായിരുന്നു ആ ചിരിയുടെ പ്രത്യേകത. അങ്ങനെ നമുക്ക് വളരെയേറെ പ്രത്യേകതകൾ കാണുവാൻ കഴിയുന്ന ഒരു വ്യക്തിത്വമായിരുന്നു വേണുഗോപാൽ. അദ്ദേഹത്തിൻ്റെ മരണശേഷം മെഡിക്കൽ കോളേജിൽ അദ്ദേഹം ബിരുദ വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് ആ കോളേജിൽ ഉണ്ടായിരുന്ന രാമൻകുട്ടി, ഡോക്ടർ രാമൻകുട്ടി, സഖാവ് അച്യുതമേനോൻ്റെ മകൻ എഴുതിയ ഫേസ്ബുക്ക് കുറിപ്പ് നിങ്ങളിൽ പലരും വായിച്ചു. അപ്പോൾ അവിടെ തുടങ്ങി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം. ജയിക്കാനായി ജനിച്ചവരുടെ കൂട്ടത്തിൽ പെടാനല്ല അദ്ദേഹം ശ്രമിച്ചത്, തോൽക്കാൻ വിധിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ നിൽക്കുവാൻ അന്നേ അദ്ദേഹം തൻ്റെ ജീവിത സമരം ആരംഭിച്ചു. നമ്മുടെ ചുറ്റുമുള്ള രാഷ്ട്രീയ പാർട്ടികളും SUCയെയും തമ്മിലുള്ള വ്യത്യാസമാണ്. ഞാൻ പലപ്പോഴും അത് നിരീക്ഷിക്കുവാൻ ശ്രമിച്ചു. പുതിയ പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഭരണകൂടത്തിൻ്റെ തീരുമാനങ്ങൾ ഭൂരിപക്ഷ ജനതയ്ക്ക് വിരുദ്ധമായി വരുമ്പോൾ അതിനെതിരെ മുൻപിൻ നോക്കാതെ തീരുമാനമെടുക്കുവാനും പരിമിതമായ വിഭവശേഷി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതിനെതിരെ ചെറുത്തുനിൽപ്പിനും വിട്ടുവീഴ്ചയില്ലാതെ ശ്രമിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി കേരളത്തിലുണ്ട് എങ്കിൽ അത് SUCയാണ്. ഇവിടെ എൻ്റെ സ്നേഹിതൻ കുഴിമറ്റം ഇവരുടെ പാട്ടപ്പിരിവിനെ കുറിച്ച് പറഞ്ഞിരുന്നു. വലിയ പാർട്ടികളൊക്കെ ബക്കറ്റിലാണ് പിരിക്കുന്നത്. ബക്കറ്റ് പിരിവിനെ കുറ്റം പറഞ്ഞവരും ഈ കൊല്ലം ബക്കറ്റ് പിരിവിനാണ്, അത് നമ്മൾ കണ്ടു. പക്ഷെ ഇവരുടെ പാട്ടപ്പിരിവ്, കുടിമറ്റം പറഞ്ഞല്ലോ, മുദ്ര വെച്ച അല്ലെങ്കിൽ മൂടിക്കെട്ടിയ പാട്ട്. ആ പാട്ടയുമായി നമ്മുടെ സെൻട്രൽ, കോട്ടയത്തെ തന്നെ സെൻട്രൽ ജംഗ്ഷനിലെ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിന് സമീപം ഇങ്ങനെ ഇവരുടെ ഒരു നീണ്ട നിരകൾ. ചില പ്രത്യേക ദിവസങ്ങളിലാണ് നല്ല രീതിയിൽ വസ്ത്രധാരണം ചെയ്ത, നന്നായി സംസാരിക്കുവാൻ കഴിയുന്ന ചെറുപ്പക്കാരാണ് ഭൂരിപക്ഷം. ഈ ചെറുപ്പക്കാരൊക്കെ എന്തുകൊണ്ട് ഈ പ്രസ്ഥാനത്തിലേക്ക് ആകർഷിക്കപ്പെട്ടു? ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആകാമെന്ന പ്രതീക്ഷയില്ലാതെ ഇവരെന്തുകൊണ്ട് ഈ പ്രസ്ഥാനത്തിലേക്ക് എടുത്തു ചാടി? നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ്. ഇവർ ഈ പാട്ടയുമായി നടക്കുമ്പോൾ അതിൻ്റെ പിന്നിലൊരു മനഃശാസ്ത്രം. ആ മനഃശാസ്ത്രം തങ്ങൾ ഉയർത്തുന്ന മുദ്രാവാക്യങ്ങൾ, തങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ആദർശങ്ങൾ, അത് ജനങ്ങൾക്ക് സ്വീകാര്യമാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഈ പാട്ടയിൽ പണം നിക്ഷേപിക്കുമെന്ന വിശ്വാസം, ആ വിശ്വാസമാണ് അവരെ അങ്ങനെ ചെയ്യുവാൻ പ്രേരിപ്പിക്കുന്നത്. അതാണ് SUCയുടെ നേട്ടവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവിടെ ഒട്ടേറെ പേരെ സംസാരിക്കുവാനുള്ളത് കൊണ്ട് ദീർഘമായി സംസാരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ എല്ലാവരുടെയും സുഹൃത്തായിരുന്ന ഡോക്ടർ വേണുഗോപാൽ ഇനി ഒരിക്കലും തിരിച്ചു വരാത്ത രീതിയിൽ കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞു എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. പക്ഷേ അദ്ദേഹം ഉയർത്തിപ്പിടിച്ച ആശയത്തിൻ്റെ ദീപശിഖ അത് കൈകളിൽ ഏറ്റുവാങ്ങി ഉയരങ്ങളിലേക്ക് ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് മാർച്ച് ചെയ്യാൻ കഴിയുന്ന വലിയൊരു നിര പിന്നിലുണ്ട് എന്ന സത്യം കണ്ടുകൊണ്ട്, അതിൽ സന്തോഷിച്ചുകൊണ്ട്, ആഹ്ലാദിച്ചുകൊണ്ട്, അവർക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം, സ്നേഹാദരങ്ങളോടെ കുറിച്ചു.